പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ തീയതിയുമായി സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യവും കൂടെ ജീവനുള്ള ദൈവത്തിൻ്റെ സത്യവചനവുമായിട്ട് നിങ്ങളുടെ മുൻപാകെ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരവസരം കൂടെ ഇളയവന് നൽകിയത് ഓർത്ത് ദൈവത്തെ തീയതിയുമായി സ്തുതിക്കുന്നു. JCNDST അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവ മൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ തിരുവചനവുമായി കടന്നു വരുവാനുള്ളതായ ഭാഗ്യം സ്വർഗത്തിലെ ദൈവം ഇളയവന് നൽകിയ വലിയവനാകുന്ന ദൈവത്തിൻ്റെ കരുണയും കൃപയും ഓർത്ത് ദൈവത്തെ തീയതിയുമായി സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പ്രത്യേകമായിട്ടുള്ളൊരു വിഷയം നിങ്ങളോട് പങ്കുവയ്ക്കുകയായിരുന്നുവല്ലോ. വീണ്ടും അതിൻ്റെ തുടർഭാഗമായി ചില കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് ഈ വൈകിയ സമയത്ത് ഞാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്ത്യകാലമാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മോട് ഏറ്റവും സമീപമായിരിക്കുന്നു എന്ന് ലോക സംഭവങ്ങൾ ഓരോന്നും വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവ് നമ്മോട് സമീപമായിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കും തോറും നമ്മുടെ കർത്താവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറായിരിക്കേണ്ടതും ആവശ്യമാണ് എന്ന കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. ഇന്ന് ഈ വൈകിയ സമയത്ത് തിരുവചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് താല്പര്യപ്പെടുന്നു. വളരെ പ്രാർത്ഥനയോടെ വചനം ശ്രവിക്കേണ്ടതിന് വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. ദൈവമാർ എന്ന വിഷയമാണല്ലോ കഴിഞ്ഞ 22 എപ്പിസോഡുകളിലായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിൻ്റെ തുടർഭാഗമായിട്ടാണ് വീണ്ടും കർത്താവിൻ്റെ വചനം സംസാരിക്കപ്പെടുന്നത്. സകലത്തെയും തൻ്റെ വചനത്താൽ ഉളവാക്കിയ സർവശക്തനായ ദൈവത്തെ ഇന്നും ശരിയായിട്ടുള്ള നിലയിൽ അറിയാത്തവരായി ധാരാളം ആളുകൾ സമൂഹത്തിലുണ്ട്. ദൈവത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രയോജനമായി തീരണം എന്ന് കരുതിയാണ് ഈ വിഷയം വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദൈവത്തെക്കുറിച്ച് എത്ര പഠിച്ചാലും തീരുകയില്ല. കാരണം അവൻ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗങ്ങളിലും അടങ്ങാത്തവനും ആദിയും അന്തവും ആത്മാവും അദൃശ്യനുമായവൻ ആകുന്നു. അവൻ്റെ മഹത്വം ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അത്രമാത്രം ഉന്നതമായിരിക്കുന്നു എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് സാധ്യമായി തീരും. എന്നാൽ മനുഷ്യർ തങ്ങളുടെ സങ്കല്പങ്ങളിലൂടെ ദൈവത്തെക്കുറിച്ച് പഠിക്കുവാനും പഠിപ്പിക്കുവാനും ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ആത്മീയ പ്രസ്ഥാനങ്ങൾ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നു എന്ന കാര്യവും പലരും മറന്നു പോകുന്നതായിട്ട് കാണുവാൻ കഴിയുകയാണ്.
പൈശാചികമായ ചില പ്രകടനങ്ങളിലൂടെയും മാനുഷികമായ പ്രഹസനങ്ങളിലൂടെയും ആത്മീയ പ്രവർത്തനം ശക്തമാക്കുവാൻ കഴിയുമെന്ന് ചിലർ ചിന്തിക്കുന്നു. അത് പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു എന്ന് അവർ അറിയുന്നതുമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തെ യഥാർത്ഥമായി അറിയേണ്ടും പോലെ അറിയാതെ പോയാൽ ഒടുവിൽ ലജ്ജിച്ച് നിരാശരായിത്തീരും. പരിഹാരം വരുത്തുവാൻ അന്ന് മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ഇപ്പോൾ ദൈവത്തെ ആരെന്നറിഞ്ഞ് അവനിൽ ആശ്രയിക്കുക. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ വചനം ശ്രവിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. യഹോവയായ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു വന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം നാം ചിന്തിക്കുവാനിടയായി തീർന്നുവല്ലോ. സർവശക്തനായ ദൈവത്തിന് മാത്രമേ തൻ്റെ സൃഷ്ടികളായിരിക്കുന്ന മനുഷ്യനെ അവൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവായി കടന്നു വന്നവനെ വീണ്ടെടുക്കുവാൻ കഴിയുകയുള്ളൂ എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. അതിനാധാരമായി ചില വേദഭാഗങ്ങൾ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 41-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെയും 14-ാമത്തെയും വാക്യഭാഗങ്ങൾ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. അതിൻ്റെ 14-ാമത്തെ വാക്യഭാഗം, പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ എന്നവിടെ രേഖപ്പെടുത്തി കാണുവാൻ കഴിയുന്നു. ഇവിടെ നമ്മൾ വായിച്ചത് പ്രവാചകനായ യെശയ്യാവിലൂടെ യഹോവയായ ദൈവം സംസാരിക്കപ്പെടുന്നതായ വിഷയമാണ് നമുക്ക് ഇവിടെ വായിച്ച് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. പിന്നീട് അതിൻ്റെ അടുത്ത വേദഭാഗം, പുഴുവായ യാക്കോബേ, ഇസ്രായേലിൻ്റെ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പുഴുവായ യാക്കോബേ എന്നാണ് യാക്കോബിനെ ഇവിടെ സംബോധന ചെയ്തിരിക്കുന്നത്. ഒരിക്കൽ യഹോവയായ കർത്താവും യാക്കോബും തമ്മിൽ മൽപ്പിടുത്തമുണ്ടായതിനെ സംബന്ധിച്ച് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. ആ മൽപ്പിടുത്തത്തിൽ യഹോവയായ ദൈവത്തെ പരാജയപ്പെടുത്തി എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ദൈവത്തെ പരാജയപ്പെടുത്തുവാൻ മനുഷ്യർക്ക് സാധ്യമല്ലല്ലോ. എന്നാൽ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് നീ വിജയിച്ചിരിക്കുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തി കാണുവാൻ കഴിയുന്നത്. ആ വിധത്തിൽ ശക്തനായി ദൈവം ഉപയോഗിച്ച വ്യക്തിയാണ് യാക്കോബ്. ഇപ്പോൾ യാക്കോബിനെ വിളിച്ചിരിക്കുന്നത് പുഴുവായ യാക്കോബേ എന്നാണ്. ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ. യാക്കോബിനോട് സംസാരിക്കുന്നത്, അഥവാ ഇസ്രായേലിനോട് സംസാരിക്കുന്നത്, നിന്നെ ഞാൻ വീണ്ടെടുക്കും,
നിന്റെ ദൈവമായ യഹോവ പരിശുദ്ധൻ തന്നെ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നതായിട്ടാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. യെശയ്യാവിന്റെ പ്രവചനം തന്നെ 44-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ യഹോവയായ ദൈവം ഇസ്രായേലിന്റെ രാജാവാണ്. അവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ്. അവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. യഹോവയായ ദൈവം ഏകനാണെന്നും അവനല്ലാതെ തൻ്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ മറ്റൊരു വീണ്ടെടുപ്പുകാരനില്ല എന്നും സർവശക്തിയുള്ള ദൈവമായ കർത്താവ് തന്നെ അരുളി ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഈ വേദഭാഗത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. അനേക പ്രിയപ്പെട്ടവരുടെ വിശദീകരണങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ, സ്തോത്രം, ദൈവങ്ങൾ ഉണ്ട് എന്ന് വിശദമാക്കുവാനായിട്ട് അവർ പരിശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവം ഏകനാണെന്നും അവൻ തന്നെയാണ് ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനെന്നും അവനല്ലാതെ മറ്റൊരുത്തനില്ല എന്ന് സ്വർഗത്തിലെ ദൈവം തന്നെ വളരെ വ്യക്തമായിട്ട് നമ്മോട് സംസാരിക്കുമ്പോൾ, ചില മനുഷ്യർ അതിനെതിരായിട്ട് പ്രസ്താവിക്കുന്നത് വളരെ അപഹാസ്യമായിട്ട് മാത്രമേ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. സ്തോത്രം. തിരുവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നാം തിരിച്ചറിയേണ്ടതിനു വേണ്ടി ഈ വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ വീണ്ടും ആഗ്രഹിക്കുകയാണ്. യെശയ്യാവിന്റെ പുസ്തകം തന്നെ 48-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിക്കുവാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ എന്ന് സർവശക്തിയുള്ള ദൈവമായ കർത്താവ് ഇസ്രായേലിനോട് സംസാരിക്കുകയാണ്. ഞാൻ ഇസ്രായേലിന്റെ പരിശുദ്ധനാണ്, നിന്നെ വീണ്ടെടുക്കുന്നവനാണ്, നിന്റെ വീണ്ടെടുപ്പുകാരനാണ്. ശുഭകരമായി പ്രവർത്തിക്കുവാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെയാണ് എന്ന് സർവശക്തിയുള്ള ദൈവമായ കർത്താവ് ഇസ്രായേലിനോട് സംസാരിക്കുന്നതായിട്ടാണ് ഈ ഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പിന്നെയും അതിൻ്റെ 49-ാം അധ്യായം 26-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ അവരുടെ സ്വന്തം മാംസം തീറ്റും, വീഞ്ഞുപോലെ സ്വന്തം രക്തം കുടിച്ച് അവർക്ക് ലഹരി പിടിക്കും. യഹോവയായ ഞാൻ നിന്റെ രക്ഷിതാവും യാക്കോബിന്റെ വീരൻ നിന്റെ വീണ്ടെടുപ്പുകാരനുമാകുന്നു എന്ന് സകല ജഡവും അറിയും. സർവശക്തനായ ദൈവം പറയുകയാണ്, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ അവരുടെ സ്വന്തം മാംസം തീറ്റും, വീഞ്ഞുപോലെ അവർ തങ്ങളുടെ രക്തം കുടിച്ച് ലഹരി പിടിക്കും. യഹോവയായ ഞാൻ നിന്റെ രക്ഷിതാവും യാക്കോബിന്റെ വീരൻ നിന്റെ വീണ്ടെടുപ്പുകാരനുമാകുന്നു എന്ന് സകല ജഡവും അറിയും എന്ന്, സ്തോത്രം, ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. പഴയ നിയമത്തിൽ ഇസ്രായേലിനെ വീണ്ടെടുക്കുന്ന ഈ വീണ്ടെടുപ്പുകാരനായ യഹോവയെ സംബന്ധിച്ച് പറയുമ്പോൾ, പുതിയ നിയമ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചില വേദഭാഗങ്ങൾ കൂടെ നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 20-21 വാക്യഭാഗങ്ങൾ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള വേദഭാഗമാണ്. എങ്കിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുകയാണ്.
അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്: ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്കറിയാം. സ്തോത്രം. യോസഫിന് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന മറിയ ഗർഭിണിയാണ് എന്നുള്ളതായ വിഷയം യോസഫ് അറിഞ്ഞപ്പോൾ നീതിമാനായ യോസഫ് അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചു എന്നാണ് വേദഭാഗത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ഇങ്ങനെയുള്ളതായ ഒരു ചിന്താഗതിയിൽ താനായിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതനെ തൻ്റെ അടുക്കൽ അയച്ചു. യോസഫിനോട് സംസാരിച്ച ഒരു വിഷയഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. അവൻ ഈ നിലയിൽ തൻ്റെ ഹൃദയത്തിൽ നനച്ചിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൂതൻ അവൻ്റെ അടുക്കൽ കടന്നു വന്നിട്ട് അവനോട് പറഞ്ഞത്, യോസഫിൻ്റെ മകനായ ദാവീദിൻ്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാനായിട്ട് നീ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറയുവാനിടയായി തീർന്നു. ഇവിടെ സ്തോത്രം, ദൈവജനത്തെ രക്ഷിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന രക്ഷകൻ യേശു ആകുന്നു എന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. രക്ഷകൻ എന്നർത്ഥമുള്ള യേശു എന്ന് പേരിടണം എന്നാണ് അവിടെ ദൂതൻ യോസഫിനോട് പറയുന്നതായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 4:12 വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. സ്തോത്രം. മാനവരക്ഷയ്ക്കായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമം യേശു എന്ന നാമമാണ്. അവനിൽ കൂടെ മാത്രമല്ലാതെ മാനവകുലത്തിന് രക്ഷ പ്രാപിക്കുവാൻ മറ്റൊരു വഴിയുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തിമോത്തിയോസിൻ്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ക്രിസ്തു യേശുവാണ് പാപികളായിരിക്കുന്ന മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നത്. ഇത് വിശ്വാസ്യമായ വചനമാണ്, സകലരും അംഗീകരിക്കപ്പെടേണ്ടതുമാണ് എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹ സ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട് എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയമുള്ള ശ്രോതാക്കളെ, ദൈവമക്കളെ, പഴയ നിയമ പുസ്തകം നമ്മൾ പഠിച്ചപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരൻ യഹോവയായ ദൈവമാണ്. അവൻ ഇസ്രായേലിൻ്റെ രാജാവാണ്. സ്തോത്രം. ഞാൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ, ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരൻ യഹോവയായ ഞാൻ തന്നെയാകുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. പിന്നീട് 2-ാമത്തെ ഭാഗം നമ്മൾ വായിച്ചത്, ഞാൻ ഇസ്രായേലിൻ്റെ രാജാവായ യഹോവ
അവൻ്റെ വീണ്ടെടുപ്പുകാരനാകുന്നു എന്നവിടെ കാണുവാൻ കഴിയുന്നു. മൂന്നാമതായിട്ട്, നിന്റെ വീണ്ടെടുപ്പുകാരനും ഇസ്രായേലിൻ്റെ ദൈവവുമായവൻ ഞാൻ തന്നെ എന്ന് നാം വായിക്കുവാനിടയായി തീർന്നു. അതിൻ്റെ നാലാമത്തെ ഭാഗം നമ്മൾ പഠിക്കുന്നത്, ഞാൻ നിന്റെ രക്ഷിതാവും യാക്കോബിൻ്റെ വീരനും നിന്റെ വീണ്ടെടുപ്പുകാരനുമാകുന്നു എന്ന് സകല ജഡവും അറിയും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കും. പഴയ നിയമത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിച്ചത്. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ വായിച്ചത്, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് രക്ഷകൻ എന്ന് പേരുള്ള യേശു എന്ന് പേരിടേണം, രക്ഷകൻ എന്ന അർത്ഥമുള്ള യേശു എന്ന് പേരിടേണമെന്ന് ദൂതൻ യോസഫിനോട് സംസാരിക്കുന്നതായിട്ടാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, മനുഷ്യന്റെ രക്ഷയ്ക്കായിട്ട് ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാകുന്നു എന്നാണ്. തിമോത്തിയോസിനോട് വിശുദ്ധ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, ക്രിസ്തു യേശു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിപ്പാൻ വേണ്ടിയാണ്. അത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെയാകുന്നു എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പിന്നീട് നാം വായിച്ച വേദഭാഗത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, കൊലോസ്യ 1:13-14 വാക്യഭാഗങ്ങൾ, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് അപേക്ഷിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. അന്ധകാരത്തിൽ കിടന്നതായ നമ്മെ ഓരോരുത്തരെയും അവൻ വിടുവിച്ച്, അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹ സ്വരൂപനായ സ്വപുത്രന്റെ സ്തോത്രം രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്തു എന്ന് കാണുവാൻ കഴിയുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്വരൂപമാണ് യേശു എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പിതാവിൻ്റെ സ്വരൂപനായ സ്വന്തം രൂപമായ പുത്രൻ, സ്തോത്രം, അവൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്തു. അത് പിതാവായ ദൈവമാണ് അങ്ങനെ ചെയ്തത് എന്ന് വളരെ വ്യക്തമായിട്ടും ഇവിടെ രേഖപ്പെടുത്തി കാണുവാൻ കഴിയുന്നു. പിന്നീട് അവിടെ നമ്മൾ വായിച്ചത്, അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. പിതാവായ ദൈവത്തിൽ പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ആ വീണ്ടെടുപ്പ് നമുക്ക് സാധ്യമാക്കി തരുന്നത് തൻ്റെ സ്വരൂപനായ പുത്രനാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്വന്തം രൂപത്തിൽ ലോകത്തിലേക്ക് വെളിപ്പെട്ടു വന്നവനായ യേശു ക്രിസ്തുവാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ രക്ഷകൻ. നമ്മെ തൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുവാൻ യോഗ്യനായവൻ അവൻ തന്നെയാണ്. അത് സ്തോത്രം വിശ്വാസിയവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാകുന്നു എന്നും മറ്റൊരുത്തനിലും രക്ഷയില്ല എന്നും വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തവും ശക്തവുമായിട്ട് നമ്മോട് സംസാരിക്കുമ്പോൾ മനഃപൂർവമായും ചില വ്യക്തികൾ ദൈവവചനത്തിൻ്റെ വസ്തുതകൾക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവം ഒരുവനല്ല, ഒന്നിലധികം ദൈവമുണ്ടെന്നും സ്തോത്രം അവൻ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു എന്നുമൊക്കെ പറഞ്ഞ് ജനത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സത്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾ ഈ നാളുകളിലായി ലോകത്തിൽ സ്തോത്രം യഥേഷ്ടം സഞ്ചരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ അതൊക്കെയും ശത്രുവിൻ്റെ സംഘങ്ങളാണ് എന്ന്, അഥവാ പിശാചിൻ്റെ
സംഘങ്ങളാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് രക്ഷയും അനുഗ്രഹവുമായി തീരുവാനിടയായിത്തീരും. അത് മനസ്സിലാക്കുവാൻ കഴിയാത്തവരായി ഈ വിധമാകുന്ന കാപട്യത്തോട് യോജിക്കുന്നവരായി തീർന്നാൽ തീർച്ചയായിട്ടും വഞ്ചിതരായി തീരും. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെയുള്ളവർക്ക് അവർ സ്തോത്രം നാശത്തിൻ്റെ വഴികളിലേക്ക് അഥവാ ശിക്ഷാവിധിയിലേക്ക് കടന്നു പോകുമെന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാൻ എല്ലാ പ്രിയപ്പെട്ടവരും ഒരുക്കമുള്ളവരായി കാണപ്പെടണം. ഇവിടെ പഴയ നിയമവും പുതിയ നിയമവും നാം വായിച്ചപ്പോൾ ഒരേ ഒരു രക്ഷകൻ, ഒരേ ഒരു വീണ്ടെടുപ്പുകാരൻ, ഒരേ ഒരു പരിശുദ്ധൻ, അവൻ സർവശക്തനായ ദൈവമായ കർത്താവ്, അവനാണ് ജഡത്തിൽ വെളിപ്പെട്ട് ലോകത്തിൽ വന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, അവൻ അവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവൻ. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഞാൻ മേലിൽ നിന്ന് വന്നവനാണ്, അഥവാ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്. നിങ്ങൾ ഈ ഭൂമിയിലുള്ളവരാണ്. സ്തോത്രം. ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. പിന്നീട് അതിൻ്റെ 24-ാമത്തെ വാക്യഭാഗം ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അങ്ങനെ ഉള്ളവൻ എന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഞാൻ മേലിൽ നിന്ന് വന്ന സർവശക്തനായ ദൈവമാകുന്നു. ഞാൻ സർവസൃഷ്ടികളുടെയും പിതാവായ ദൈവമാകുന്നു. ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാതെ പോയാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുവാനിടയായിത്തീരും എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. പാപങ്ങളിൽ മരിക്കുന്നതിന് കൊണ്ടുണ്ടാകുന്ന ദോഷം കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കുകയാണെങ്കിൽ ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ സാധ്യമല്ല എന്ന് പറയുവാനിടയായിത്തീർന്നു. കർത്താവ് തൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടേക്ക് കടന്നു പോകുവാൻ ഒരു പാപിക്ക് കഴിയുകയില്ല. പാപരഹിതമായ ജീവിതം നയിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവ് ഒരുക്കുന്നതായ നിത്യരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. സ്തോത്രം. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മെ രക്ഷിക്കുവാൻ ഈ ലോകത്തിൽ കടന്നു വന്നതായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അവൻ ഏകനാണ്. ആ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നുള്ളതായ സ്തോത്രം വസ്തുത വ്യക്തമായിട്ട് നാം മനസ്സിലാക്കിയിരുന്നാൽ ശിക്ഷാവിധിയിൽ അകപ്പെടാതെ വണ്ണം നമുക്ക് രക്ഷ പ്രാപിക്കുവാനും അവൻ്റെ രാജ്യത്തിൽ പങ്കാളിത്തം വഹിക്കുവാനും കഴിയുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുവാനിടയായിത്തീരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യഭാഗത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, സ്വർഗത്തിൽ ഇരിക്കുന്നവനായി മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്, എന്നാൽ ഇപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഇരിക്കുകയും ചെയ്യുകയാണ്. മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. മനുഷ്യകുലത്തെ അവരുടെ പാപത്തിൽ നിന്നും അഥവാ നിത്യ മരണത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ, മനുഷ്യരെ നിത്യ ശിക്ഷാവിധിയിൽ നിന്നും രക്ഷിച്ച് നിത്യജീവനെ അവർക്ക് കൊടുക്കേണ്ടതിന് വേണ്ടി ലോകത്തിൽ വന്നവൻ ആരാണ്? നാം സേവിക്കുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവാകുന്നു എന്ന് വളരെ വ്യക്തമാണ്.
സർവശക്തനായ ദൈവമായ യഹോവയാണ് നിന്റെ വീണ്ടെടുപ്പുകാരൻ എന്ന് പ്രവാചക പുസ്തകത്തിൽ നാം പഠിക്കുവാനിടയായി തീർന്നുവല്ലോ. എന്നാൽ പുതിയ നിയമത്തിലെ ചില വേദഭാഗങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ കർത്താവായ യേശുക്രിസ്തുവാണ് മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കുവാനായിട്ട് ലോകത്തിൽ വന്നത് എന്ന് പഠിക്കുവാൻ കഴിഞ്ഞു. നാം പഠിക്കുമ്പോൾ വേദപുസ്തകത്തിൻ്റെ നിയമപ്രകാരം 2 പേർ രക്ഷിതാക്കളായി ലോകത്തിൽ വന്നുവോ? ഒരിക്കലുമില്ല എന്ന് മാത്രമേ അതിന് മറുപടി പറയുവാനായിട്ട് നമുക്ക് കഴിയും. മനുഷ്യവർഗം പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നുപോയി പാപത്തിൻ്റെ ശമ്പളമായ മരണം അവൻ്റെ മേൽ വാഴുവാനിടയായി തീർന്നു. അങ്ങനെ മരണം വരിച്ചവനായ, മരണത്തിന് വിധിക്കപ്പെട്ടതായ മനുഷ്യവർഗത്തെ തൻ്റെ മരണനിമിത്തം വീണ്ടെടുക്കുവാനായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വരികയും മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ യാഗമായി തീരുകയും ചെയ്തവൻ ഒരുവൻ മാത്രമാണ്. അവനാണ് മനുഷ്യകുലത്തിൻ്റെ വീണ്ടെടുപ്പുകാരൻ. മനുഷ്യകുലത്തെ രക്ഷിക്കുവാനായിട്ട് ലോകത്തിലേക്ക് വന്നവൻ കർത്താവായ യേശുക്രിസ്തുവാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. ഒന്നിലധികം പേർ രക്ഷിതാക്കളായി ലോകത്തിൽ വന്നുവെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. ഒരേ ഒരു രക്ഷകൻ മാത്രമാണ്. ആ രക്ഷകൻ ലോകത്തിലുള്ളതായ മുഴുവൻ മനുഷ്യൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ തൻ്റെ ജീവനെ വെടിഞ്ഞവനാണ്. അവൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഊറ്റിത്തന്നവൻ നസറായനായ യേശുവാണ്. അവനല്ലാതെ ഒരു വീണ്ടെടുപ്പുകാരനോ രക്ഷകനോ ലോകത്തിൽ വന്നിട്ടില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യഭാഗങ്ങൾ ഇങ്ങനെ നാം വായിക്കുന്നു. നിങ്ങൾ അറിഞ്ഞെന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എൻ്റെ സാക്ഷികളും ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസനുമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. എനിക്ക് മുമ്പേ ഒരു ദൈവം ഉണ്ടായിട്ടില്ല, എൻ്റെ ശേഷം ഉണ്ടാവുകയുമില്ല. യഹോവയായ ദൈവം, സർവശക്തനായ ദൈവം, സകലത്തെയും ഉളവാക്കിയവൻ, സകല സൃഷ്ടിക്കും കാരണഭൂതനായിരിക്കുന്നവൻ, സകലത്തിൻ്റെയും പിതാവായിരിക്കുന്ന സർവശക്തിയുള്ള ദൈവം പറയുകയാണ്, എനിക്ക് മുമ്പേ ഒരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം ഉണ്ടാവുകയുമില്ല. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല എന്ന് തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. യഹോവയായ ദൈവം വളരെ ശക്തമായി പറയുന്നു, ഞാൻ മാത്രമാണ് ദൈവം, ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല, ഞാനല്ലാതെ വേറൊരു രക്ഷകനുമില്ല എന്ന് കർത്താവ് പറയുകയാണ്. അപ്പോൾ ഏകരക്ഷകൻ യഹോവയായ ദൈവമാണെന്ന് ദൈവം അവകാശപ്പെടുമ്പോൾ പുതിയ നിയമത്തിൽ നാം കാണുന്ന യേശു ക്രിസ്തു യഥാർത്ഥമായ ദൈവമായ യഹോവ തന്നെ ആകുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അതിന് വിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നവർ തീർച്ചയായിട്ടും ശത്രുവിൻ്റെ ആലോചനക്കാരും എതിർ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരുമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ധാരാളം ആളുകൾ ദൈവവചനത്തിൻ്റെ സത്യത്തിന് വിരുദ്ധമായിട്ട് അനവധി വ്യാജ ഉപദേശങ്ങളുമായിട്ട് ലോകത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പലരെയും തെറ്റിച്ചു കൊണ്ടിരിക്കുന്നു, പലരും അവരുടെ വലയിൽ വീണുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. യേശു ദൈവമല്ല എന്നും ദൈവം ഒരുവനല്ല, ഒന്നിലധികം ദൈവങ്ങളുണ്ട് എന്നും
യഹോവ മാത്രമാണ് ദൈവമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് കടന്നു വരുന്ന ധാരാളം ആളുകൾ ഇന്ന് ലോകത്തിൽ വളരെ വിലസിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രവാചകനായ യിരെമ്യാവ് പറയുന്നത് പോലെ കള്ളപ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു, പുരോഹിതന്മാരും അവരോട് ചേർന്ന് ന്യായം നടത്തുന്നു. ഒടുവിൽ നിങ്ങൾ എന്തു ചെയ്യും? പരിശുദ്ധനായ കർത്താവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അന്നാളിൽ ഇത്തരക്കാരായ ആളുകൾ എന്തു ചെയ്യും? എങ്ങനെ അവർക്ക് തെറ്റിയൊഴിയുവാൻ കഴിയും? ദൈവത്തിൻ്റെ വചനം ചോദിക്കുകയാണ്. എന്നാൽ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിച്ച് നിത്യതയിൽ പങ്കാളിത്തം വഹിക്കുവാൻ ഇപ്പോഴാണ് അതിൻ്റെ അവസരമുള്ളത്. ഈ അവസരം വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തിയാൽ നിത്യരാജ്യത്തിൽ പങ്കാളിത്തം വഹിക്കുവാൻ കഴിയും. ഇല്ല എങ്കിൽ ശിക്ഷാവിധിയിൽ അകപ്പെടും. പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് കടന്നു പോകുവാനിടയായിത്തീരും. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 2-3 ഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ഞാൻ യഹോവയാകുന്നു. ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി. എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല എന്ന് അവിടെ യഹോവയായ ദൈവം തന്നെ, സ്തോത്രം, മോശയോട് സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, സ്തോത്രം, മോശയോട് ദൈവം സംസാരിച്ചത്, സ്തോത്രം, ഞാൻ യഹോവയാകുന്നു. അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായി ഞാൻ പ്രത്യക്ഷനായി. എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ന്യായപ്രമാണ യുഗത്തിൽ യഹോവ എന്ന നാമത്തിൽ വെളിപ്പെട്ടത് സർവശക്തനായ ദൈവമാണ്. അതേ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടത് ദൈവത്തെ പൂർണ്ണമായും മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനും മനുഷ്യൻ നഷ്ടമാക്കിയ നിത്യത അവന് മടക്കി കൊടുക്കുവാനുമായിട്ട് ആകുന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുകയാണ്. മനുഷ്യൻ പാപം ചെയ്ത് തനിക്ക് ദൈവം നൽകിയ ആ മഹത്വമേറിയ അനുഭവത്തിൽ നിന്നും അവൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ അവൻ നഷ്ടമാക്കിയ നിത്യത അവന് മടക്കി കൊടുക്കുവാനും, സ്തോത്രം, അവനെ സർവശക്തനായ ദൈവത്തെ പൂർണ്ണമായും മനുഷ്യർക്ക് വെളിപ്പെടുത്തുവാനുമായിട്ട്, സ്തോത്രം, അവൻ മനുഷ്യനായി ലോകത്തിലേക്ക് വെളിപ്പെട്ടു വന്നു എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം, മനുഷ്യൻ നഷ്ടമാക്കിയ അവൻ്റെ നിത്യത അവന് മടക്കി കൊടുക്കുവാനായിട്ടാണ് കർത്താവ് വരുവാനിടയായിത്തീർന്നത്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിട്ടുണ്ട്. സ്തോത്രം, അവനെ കൈക്കൊള്ളുവാനും അവൻ്റെ നാമത്തെ അറിയുവാനും മനസ്സില്ലാത്തവർക്ക് ശിക്ഷാവിധി ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ സത്യം ഒരുവന് ഗ്രഹിക്കുവാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആലോചന കൂടാതെ, പരിശുദ്ധാത്മാവിൻ്റെ അറിയിപ്പ് കൂടാതെ ദൈവവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതായ മർമ്മങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുവാൻ മനുഷ്യർക്ക് കഴിയുന്നതല്ല.
പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വരുമ്പോൾ കർത്താവ് പറഞ്ഞത്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ഇടയായിത്തീരുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യഭാഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 2:38 ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. പരിശുദ്ധാത്മാവ് ഒരുവന് ലഭ്യമായി തീരേണ്ടതിന് സുപ്രധാനമായിട്ട് അവന് മാനസാന്തരമാണ് ഉണ്ടാകേണ്ടത്. സ്തോത്രം. ഈ അന്ധകാരം നിറഞ്ഞ, ഈ പാപം നിറഞ്ഞ ലോകത്തിൽ നിന്നും പാപരഹിതമാകുന്ന ഒരു ജീവിതത്തിന് വേണ്ടി തങ്ങളെ സമർപ്പിക്കുന്ന ഒരു അനുഭവമാണ് മാനസാന്തരത്തിലൂടെ ഉണ്ടാകുവാനിടയായിത്തീരുന്നത്. പാപത്തിന് മരിക്കുകയും ജീവന് വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് സ്തോത്രം തീർച്ചയായിട്ടും നിത്യജീവനെ ദൈവം നൽകുവാനിടയായിത്തീരുമെന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. നിങ്ങൾ മാനസാന്തരപ്പെടുകയും നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുകയും ചെയ്താൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുമെന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുവാൻ മറ്റ് യാതൊരു മാർഗവും ഇല്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. സ്തോത്രം. എന്നാൽ മനുഷ്യർ പല കുറുക്കു വഴികളാണ് അതിനുവേണ്ടി കണ്ടെത്തുന്നത്. സ്തോത്രം. ചില പ്രകടനങ്ങളൊക്കെ നടത്തി നോക്കുകയാണ് പരിശുദ്ധാത്മാവാണെന്ന് പറയിക്കുവാൻ വേണ്ടി. മറ്റു പല പ്രഹസനങ്ങളും കാട്ടിക്കൊണ്ട് ദൈവികമാണെന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്ന അനേകരെ നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, യാതൊരു പ്രകടനങ്ങളിലൂടെയും പ്രഹസനങ്ങളിലൂടെയും രക്ഷ പ്രാപിക്കുവാൻ കഴിയുകയില്ല. മാനസാന്തരമാണ് സുപ്രധാനമായിട്ടൊരു മനുഷ്യൻ്റെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്നത്. കർത്താവ് സ്തോത്രം പറഞ്ഞത് ഇങ്ങനെയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം സ്തോത്രം അതിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുവാൻ ഇടയായിത്തീരുമെന്നാണ്. മാനസാന്തരപ്പെടാതിരുന്നാൽ നശിച്ചു പോകും. മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മനിയോഗം പ്രാപിക്കുന്ന വ്യക്തി നിത്യജീവന്റെ അവകാശിയായിത്തീരും. അങ്ങനെ നിത്യജീവൻ പ്രാപിച്ച് ദൈവരാജ്യത്തിൽ പങ്കാളിത്തം വഹിക്കുവാൻ ദൈവം എവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് ചിലർ അവകാശപ്പെടുകയും സത്യത്തെ ത്യജിച്ചു കളയുകയും ചെയ്യുന്നത് സ്തോത്രം ദൈവാത്മാവിൻ്റെ പ്രവൃത്തി അല്ല എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും സത്യാത്മാവിനെ പ്രാപിക്കുവാൻ മാനസാന്തരപ്പെട്ട് സത്യത്തിന് വിധേയപ്പെട്ട് സത്യത്തിൽ ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വരുവാൻ സമയമായിരിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഈ വൈകിയ സമയത്ത് അല്പസമയം തിരുവചനവുമായിട്ട് നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം എളിയവനെ സഹായിച്ചത് കൊണ്ട് ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. എളിയവന് വേണ്ടി ഈ അവസരവും വേർതിരിച്ചെന്ന JCNDST എന്ന ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്മാരെയും മറ്റ് സംഘാടകരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയും എളിയവനെയും ഇപ്രകാരം ബലപ്പെടുത്തിയ സർവ്വലുമായിരിക്കുന്ന കർത്താവിന് സകലവിധമാകുന്ന മാനവും മഹത്വവും കരേറ്റിക്കൊണ്ട്
ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. അല്പസമയം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് തിരുമുൻപിൽ നിൽക്കുവാൻ ഇടവന് ഭാഗ്യം നൽകിയത് കൊണ്ട് സ്തോത്രം. ദൈവമാർ എന്ന വിഷയത്തിന്മേൽ അനേക പ്രിയപ്പെട്ടവർ അജ്ഞരായിരിക്കുമ്പോൾ കർത്താവേ, സ്തോത്രവരുടെ അന്ധത നീക്കി കർത്താവെ സത്യ ദൈവത്തെ അറിയുവാൻ തക്കൊണ്ട് നീ അവർ കൃപ ചെയ്യുമാറാവണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവൻ്റെ വരവടുത്തിരിക്കുന്നുവല്ലോ. സ്തോത്രമാരും നഷ്ടപ്പെട്ടു പോകാതെ സകലരും നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ അവരെ നീ ഒരുക്കുമാറാവണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണം, കർത്താവിൻ്റെ ദാസന്മാരെ അനുഗ്രഹിക്കണം, ദൈവജനത്തെ അനുഗ്രഹിക്കണം. ഇടയവനെയും ബലപ്പെടുത്തിനായ സ്തോത്രം. സകലാത്മീയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണം. മഹത്വം ചെയ്യട്ടെ യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി. സ്തോത്രം, 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 സ്തോത്രം.